ചരിത്രമെഴുതുമോ ചെന്നൈ സമരം എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PC സിറിയക്, അസാധാരണമായ പ്രക്ഷോഭമാണ് തമിഴ്നാട് ഇപ്പോൾ 2 ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. യുവാക്കൾ തെരുവിലിറങ്ങുന്നു, അതും പാരമ്പര്യത്തിൻ്റെ പേരിൽ, തമിഴ്നാടിൻ്റെ സ്വത്വത്തിൻ്റെ പേരിൽ, കർഷകർ അനുഭവിക്കുന്ന യാതനകളുടെ പേരിൽ. പ്രധാനമായും മെട്രോയിൽ ജീവിക്കുന്നവരും തിരക്ക് മാത്രമുള്ളവരുമായ യുവാക്കൾ, IT രംഗത്ത് പ്രവർത്തിക്കുന്നവർ അതിൽ ബഹുഭൂരിപക്ഷവും. ഇവരാണ് കഴിഞ്ഞ 2 ദിവസമായി മറീന ബീച്ചിൽ തമ്പടിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ യുവാക്കൾ ഒരു പ്രത്യേക രൂപത്തിൽ ഇപ്പോൾ സംഘടിച്ചിരിക്കുന്നത്? അതിനവർ ചൂണ്ടിക്കാട്ടുന്ന ഈ സാംസ്കാരിക പ്രശ്നങ്ങളിലേക്ക് അവരെങ്ങനെയാണ് സമരമുഖത്തേക്ക് തന്നെ സ്വയം പ്രചോദിതരായി എത്തിയത്? ഒരു വലിയ സൈക്കോളജിസ്റ്റുകൾ അനലൈസ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണിത്. 3 ദിവസമായി ഇങ്ങനെ കുറേ ചെറുപ്പക്കാർ മറ്റെല്ലാ പണികളും മാറ്റിവെച്ച് ഒരു പ്രതിഷേധ സ്വരവുമായി അതേ സമയത്ത് സമാധാനപരമായി മദ്രാസ് മറീന ബീച്ചിൽ കൂടിയിരിക്കുകയാണ്. മദ്രാസിൽ മാത്രമല്ല, ചെന്നൈയിൽ മാത്രമല്ല, തമിഴ്നാട്ടിലെ മറ്റു പല നഗരങ്ങളിലും ഇതുപോലെ തന്നെയുള്ള കോൺഗ്രിഗേഷൻസ്, ഇതുപോലെ തന്നെയുള്ള ജനക്കൂട്ടങ്ങളുണ്ട്. എല്ലാവരും സോഷ്യൽ മീഡിയ വഴിയായിട്ട്, വാട്സാപ്പും ഫേസ്ബുക്കും എല്ലാം വഴിയായിട്ട് വിവരം കിട്ടി വന്നു ചേർന്നിരിക്കുന്നവരാണ്. ഇത് തമിഴ്നാടിൻ്റെ ചെറുപ്പക്കാരുടെ പുതിയ മുഖം. ഇത്രയും നാളും കഴിഞ്ഞ 10-40 വർഷങ്ങളായിട്ട് DMKയുടെ ഭരണമാണെങ്കിലും ശരി, ADMKയുടെ ഭരണമാണെങ്കിലും ശരി, കരുണാനിധിയുടെയും NTRൻ്റെയും ജയലളിതയും എല്ലാവരുടെയും ഭരണം ഒരു ഇരുമ്പ് വൃഷ്ടി കൊണ്ട് നടത്തുന്ന ഭരണം പോലെയായിരുന്നു. കരുണാനിധി തൻ്റെ ഭരണത്തെ ഇരുമ്പ് കരം, ഇരുമ്പിൻ്റെ എന്നുകൂടെ വിശേഷിപ്പിച്ചിട്ടുണ്ട് ഒരിക്കൽ. അപ്പോൾ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരുന്ന യുവാക്കൾക്ക് വാസ്തവത്തിൽ 1965-ലുണ്ടായ ഹിന്ദി വിരുദ്ധ പ്രക്ഷോഭണം, ആ പ്രക്ഷോഭണം കഴിഞ്ഞതിൽ പിന്നെ ശക്തമായ ഒരു പ്രക്ഷോഭണത്തിൽ ഇറങ്ങാൻ പോലും ഒരു അവസരം കിട്ടിയിട്ടില്ല തമിഴ്നാട്ടിൽ. ഇപ്പം ജയലളിതയുടെ ഭരണത്തോടുകൂടി ആ ഒരു കഠിനമായ ഭരണത്തിൻ്റെ, ഉറച്ച ഭരണത്തിൻ്റെ കാലം കഴിഞ്ഞെന്നും താരതമ്യേന ബലം കുറഞ്ഞ പന്നീർശെൽവം പോലെയുള്ള മന്ത്രിമാരുടെ ഭരണമാണ് നടക്കുന്നത് എന്നും കണ്ട ജനം, ഒരുപക്ഷെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും, അവരിൽ അന്തർലീനമായിട്ടുള്ള ആ ഒരു റിവോൾട്ട് ചെയ്യാനുള്ള ആ ടെൻഡൻസി, അത് പുറത്തേക്ക് ബഹിർഗമിക്കുന്ന ഒരു സ്ഥിതിയാണോ നമ്മൾ കാണുന്നത്? ഇത്രയും നാളും അടച്ചു വെച്ചിരുന്നത്, സപ്രസ് ചെയ്തിരുന്ന ഫീലിങ്സ് എല്ലാം, ആ ഒരു സമ്മർദ്ദം എല്ലാം പെട്ടെന്ന് കുപ്പിയുടെ അടപ്പ് തുറക്കുമ്പോൾ പ്രഷർ റിലീസാകുന്നത് പോലെ വന്നതാണോ? ഏതായാലും അവർക്കൊരു ഇഷ്യൂ കിട്ടിയിട്ടുണ്ട്. ജല്ലിക്കെട്ട്, പഴയ തമിഴ് സംസ്കാരത്തിൻ്റെ, പഴയ പാരമ്പര്യത്തിൻ്റെയൊക്കെ ഒരു പ്രാതിനിധ്യ സ്വഭാവമുള്ള ഒരു കാര്യമാണ് ഈ ജല്ലിക്കെട്ട്. ആണ്ടിലൊരിക്കൽ മധുര ജില്ലയിലും അതിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിലും മാത്രമാണ് ഈ ജല്ലിക്കെട്ട് വാസ്തവത്തിൽ നടക്കുന്നത്. ആണ്ടിലൊരിക്കലേ ഉള്ളൂ. അത് പഴയ ദ്രാവിഡ സംസ്കാരം, ഇൻഡസ് വാലി, സിന്ധു നദീതട സംസ്കാരത്തിൽ പോലും ഉണ്ടായിരുന്നെന്നും അത് വടക്കേ ഇന്ത്യക്കാർ അത് ഉപേക്ഷിച്ചെങ്കിലും അതിൻ്റെ ആ ദ്രാവിഡ സംസ്കാരത്തിൻ്റെ ഇന്നത്തെ പ്രതിനിധികളായ തമിഴ് ജനത അത് ഇന്നും അഭിമാനപൂർവ്വം നിലനിർത്തുന്നുണ്ടെന്നും ഒക്കെയുള്ള ആ വിചാരങ്ങളും പുറത്തു വരികയാണ്. അതേസമയത്ത് ഒരു വിധത്തിൽ നോക്കിയാൽ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും തമിഴരെ നമ്മൾ വളരെ അടിമത്വ മനോഭാവത്തോടുകൂടി കഴിയുകയാണ് എന്നവരെ നമ്മൾ കണക്കിടുന്നുണ്ട്. ഉദാഹരണമായിട്ട് ജയലളിതയുടെ മുമ്പിൽ, മുഖ്യമന്ത്രിയുടെ മുമ്പിൽ സാഷ്ടാംഗ നമസ്കാരം ചെയ്തു. ചുമ്മാ കാലിൽ വീഴുക മാത്രമല്ല, സാഷ്ടാംഗ നമസ്കാരം. അതുപോലെ തന്നെ സിനിമാ ഭ്രമം അതെല്ലാം കണ്ട് മായ കാണുന്നതെല്ലാം സത്യമെന്ന് വിശ്വസിച്ച് ആരാധനാ മനോഭാവത്തോടുകൂടി വോട്ട് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള അവരെപ്പറ്റി നമ്മൾ മോശമായി മതിപ്പിട്ട് വെച്ചിരുന്ന ആ സ്ഥിതിക്കെല്ലാം ഒരു മാറ്റം കുറിക്കാൻ വേണ്ടി യുവാക്കളെങ്കിലും മുന്നോട്ട് വരുന്നത് നല്ല കാര്യം. അപ്പം ഇന്നവർ തങ്ങൾക്ക് സ്വയം ചിന്തിക്കാനും തീരുമാനമെടുക്കാനും കഴിവുണ്ടെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ പ്രഖ്യാപിച്ചുകൊണ്ട് തമിഴരുടെ നഷ്ടപ്പെട്ട ആ ഒരു സെൽഫ് റെസ്പെക്റ്റ്, ആത്മവിശ്വാസവും സ്വയം നമ്മെപ്പറ്റിയുള്ള ഒരു മതിപ്പും
എല്ലാം വീണ്ടെടുക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ പ്രതിഫലനമല്ലേ ഇത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. ശരി, പണ്ട് ഞാൻ തിരികെ എത്താം താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം സാർ. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ ശ്രീ PC സിറിയക്ക് ചൂണ്ടിക്കാട്ടിയതുപോലെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ഒരു വലിയ നേതാവിൻ്റെ അഭാവം രാഷ്ട്രീയ രംഗത്ത് പ്രകടമല്ലേ? ജയലളിത ഇല്ലാതായിരിക്കുന്നു, സ്റ്റാലിനെ പുതിയ നേതാവായി കരുണാനിധിയും പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ തമിഴ് രാഷ്ട്രീയത്തെ ധ്രുവീകരിച്ചിരുന്ന രണ്ട് വലിയ ശക്തിദുർഗങ്ങൾ ഇനി അവിടെയില്ല. അങ്ങനെ വരുമ്പോൾ ഒരു വലിയ നേതൃശൂന്യത അനുഭവിക്കുകയും കാതലായ വിഷയങ്ങളിൽ തിരിച്ചടി തമിഴ് ജനത നേരിടുന്ന ഒന്നിലധികം സന്ദർഭങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ യുവാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്, കാവേരിയിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി, ജല്ലിക്കെട്ടിൻ്റെ കാര്യത്തിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി, ഈ നോട്ട് അസാധുവാക്കലിൽ നമുക്ക് തിരിച്ചടി ഉണ്ടായി. അപ്പോൾ തമിഴനെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് യുവാക്കൾ ഉന്നയിക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായ പരിഹാരം അവരുടെ മുന്നിലില്ല, അതുകൊണ്ട് അവർ സംഘടിക്കുന്നു എന്ന സന്ദേശമാണോ ഈ കൂട്ടായ്മ നൽകുന്നത്? അല്ല, ശ്രീ PC സിറിയക്ക് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, സെൽഫ് റെസ്പെക്റ്റ്, ആ വാക്കിൻ്റെ പ്രത്യേകമായ പ്രാധാന്യമുണ്ട്. തമിഴ് ജനതയുടെ ആത്മഗൗരവം, ആത്മാഭിമാനം ഉണർത്തിക്കൊണ്ടാണ് പെരിയോർ EV രാമസ്വാമി നായ്ക്കരും തുടർന്ന് അണ്ണാദുരയും ഒരു ജനതയെ, ദ്രാവിഡ ജനതയെ അവർക്ക് സ്വന്തമായൊരു സ്വത്വം നൽകിക്കൊണ്ട് അവരെ ഒരു രാഷ്ട്രീയമായ ഒരു വിഭാഗമാക്കി മാറ്റിയെടുത്തത്. പക്ഷേ പിന്നീട് ശ്രീ സിറിയക്ക് ചൂണ്ടിക്കാണിച്ചതുപോലെ അവർ അടിമകളായിപ്പോയി, അടിമകൾക്ക് സമാനമായി ജീവിക്കുന്ന ഒരു ജനതയായിപ്പോയി തമിഴ്നാട്, തമിഴ് ജനത. അതിൽ നിന്നൊരു വ്യത്യാസം ഇപ്പോൾ വന്നിരിക്കുന്നു. കാരണം ഇപ്പോൾ അവരെ നിയന്ത്രിക്കുന്നതിന് ജയലളിതയില്ല, കരുണാനിധിയില്ല, മറ്റൊരു നേതാവുമില്ല. ഒരു നേതൃശൂന്യത തീർച്ചയായും അവിടെ ഉണ്ട്. ഏത് ജനതയ്ക്കും ഒരു നേതാവിനെ എപ്പോഴും ആവശ്യമുണ്ട്, കരുത്തുള്ള നേതാവിന്. ആ നേതാവിൻ്റെ അഭാവം തമിഴ് ജനതയെ വല്ലാതെ അലട്ടുന്ന അവസ്ഥയാണിത്. ചരിത്രത്തിൻ്റെ എല്ലാ ദിശാസന്ധികളിലും ഇതുപോലെ ജനത ചിലപ്പോൾ നേതാവില്ലാതെ തന്നെ സ്വമേധയാ പുറത്തേക്ക് വരികയും അവർ പ്രതിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ അത് വലിയ വിപ്ലവങ്ങൾക്കും കാരണമായി തീർന്നിട്ടുണ്ട്. തമിഴ് ജനതയെ സംബന്ധിച്ച് ഇപ്പോൾ അവർ ഉന്നയിക്കുന്ന തമിഴ്നാട്ടിലെ പുതിയ തലമുറയാണല്ലോ, IT-യിലൊക്കെ പ്രവർത്തിക്കുന്ന, വിദ്യാഭ്യാസമുള്ള, തൊഴിലുള്ള, വരുമാനമുള്ള ആ യുവാക്കൾ. അവർ മരീന ബീച്ചിൽ തിങ്ങിക്കൂടി നിന്ന് അവർ ജല്ലിക്കെട്ടിൻ്റെ പേരിൽ പ്രതിഷേധിക്കുമ്പോൾ, ജല്ലിക്കെട്ട് ചെന്നൈയിൽ ഉള്ളതല്ല, അത് IT-യിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരുടേതുമല്ല, അതങ്ങ് മധുരയിലും പ്രാന്തപ്രദേശങ്ങളിൽ നിന്ന് നടക്കുന്ന ഒരു വാർഷിക ഉത്സവത്തിൻ്റെ പേരിൽ തമിഴ് വികാരമുണർത്താൻ, അവരുടെ പാരമ്പര്യ സ്മൃതികൾ ഒക്കെ ഉണർത്താൻ ഒരു കൂട്ടം ഈ പുതിയ തലമുറയിൽപ്പെട്ട ചെറുപ്പക്കാർ ശ്രമിക്കുമ്പോൾ അത് ഒരുപക്ഷെ തമിഴ്നാട്ടിൽ ഇപ്പോൾ ആവശ്യം വേണ്ടതായ ഒരു തരത്തിലുള്ള ഒരു റിനൈസൻസിൻ്റെ തുടക്കമായി പോലും അത് മാറിയേക്കാം. അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള, ഒരു വലിയ കൂട്ടായ്മ അവിടെ ഉണ്ടായിരിക്കുകയാണ്. അവർക്ക് ഉന്നയിക്കാൻ മുദ്രാവാക്യങ്ങളുമുണ്ട്. പക്ഷേ അവർ ഒഴിച്ചു നിർത്തുന്നത് രാഷ്ട്രീയക്കാരെയാണ്. സ്റ്റാലിൻ അടക്കമുള്ളവർ വരാൻ നോക്കി, പക്ഷേ അങ്ങോട്ടേക്ക് പ്രവേശനം അനുവദിക്കപ്പെട്ടിട്ടില്ല. അതേസമയം ജീവിതത്തിൽ രാഷ്ട്രീയമൊഴിച്ച് മറ്റു തുറകളിലുള്ളവർക്ക് പിന്തുണ അർപ്പിക്കാനും അങ്ങോട്ടേക്ക് എത്താനും ഒക്കെയുള്ള അനുമതി ഉണ്ട് താനും. സംഘടിത രൂപമില്ല, ഒരു നേതാവില്ല, പക്ഷേ അവരുടെ ലക്ഷ്യങ്ങളും അകറ്റി നിർത്തേണ്ടതാരെ എന്ന നിശ്ചയദാർഢ്യവും വളരെ പ്രകടവുമാണ്. എന്ത് സന്ദേശമാണ് ഈ കൂട്ടായ്മ നൽകുന്നത്? അല്ല, ഇന്ത്യയിലെ ഏത് കാലഘട്ടം പരിശോധിച്ചാലും സാമൂഹ്യ പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ട് വൈകാരികമായി ചിന്തിക്കുന്ന ആളുകളുടെ പ്രതിഫലനങ്ങൾ, യുവാക്കളുടെ പ്രകടമായ സംഭവങ്ങൾ അനശ്വരം നടന്നിട്ടുണ്ട്. തമിഴ്നാട്ടിൽ മാത്രമല്ല. ഇപ്പോൾ JP മൂവ്മെൻറ്റ്, ആ JP മൂവ്മെൻറ്റിൽ വളരെ ശക്തമായി ഉണ്ടായിരുന്ന ഇന്ദിരാഗാന്ധിയെയും മറ്റും തറ പറ്റിച്ചുള്ള ജനകീയ വികാരം ഉണ്ടാക്കിയത് 77-ലെ തെരഞ്ഞെടുപ്പൊക്കെ ഉണ്ടായത് യുവാക്കളുടെ മുന്നേറ്റമല്ലേ? ആ യുവാക്കളുടെ അന്നത്തെ ആ മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുത്ത ആളുകളല്ലേ ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ എല്ലാ അറിയപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയായാലും ശരി, ബീഹാറിലെ മുഖ്യമന്ത്രി ആയാലും പഴയ ബീഹാർ മുഖ്യമന്ത്രി ആയാലും അവരെല്ലാം ആ പ്രൊഡക്റ്റുകളാണ്, ഗുജറാത്തിലുമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത് തമിഴ്നാട്ടിന് സമാനമായി നമുക്ക് കാണാൻ സാധിക്കും. തമിഴ്നാട്ടിലെ ഈ ദ്രവിഡിയ മൂവ്മെൻറ്റ് വരുന്ന അവസരത്തിൽ കാമരാജ നാടാർ മുടിചൂട മന്നനായി ഇന്ത്യയിലെ കോൺഗ്രസിനെ പോലും കൺട്രോൾ ചെയ്തിരുന്ന ഒരു പാർട്ടി പോസ്റ്റും 2 പോസ്റ്റും മന്ത്രിസ്ഥാനവും 2 കൂടെ വേണ്ടാന്നൊക്കെ പറഞ്ഞുള്ള വളരെ അന്നത്തെ ഒരു വലിയ മാറ്റം ഇന്ദിരാഗാന്ധി ഉണ്ടായിട്ട് പോലും മാറ്റമുണ്ടാക്കിയ ആളായിരുന്നു. പക്ഷേ 67-ലെ തെരഞ്ഞെടുപ്പിൽ അവിടെ ഒരു യുവാവാണല്ലോ അപ്രതീക്ഷിതമായിട്ട് വിരുദുനഗറിൽ കാമരാജൻ നാടാരെ മുട്ടുകുത്തിച്ചത്. അങ്ങനെയുള്ള ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അതിൽ തമിഴ്നാട്ടിലൊരു വികാരം ഏത് പ്രശ്നത്തോടും ബന്ധപ്പെട്ട് വൈകാരികമായി, അത് ആത്മാർത്ഥമുള്ളവർക്കല്ലേ വൈകാരികമായി ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വൈകാരികമായി ചിന്തിക്കുന്നു. ഇതൊരു കാര്യം. രണ്ടാമത് വേണു ഒരു കാര്യം എന്താ വെച്ചാൽ, പൊതുസമൂഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണ്, പണ്ട് കാലത്തൊക്കെ
നുകം വെച്ച കാളയുള്ള പെട്ടിയിൽ ഒട്ടിടുന്നു, അരിവാൾ നെൽക്കതിരിൽ ഒട്ടിടുന്നു. ഇങ്ങനെ ചിന്തിച്ച് വന്നത് മാറിയിട്ട് ഇന്ന് ആര് ജയിക്കണം ആര് തോക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ നരേന്ദ്രമോദിയുടെ ഉൾപ്പെടെയുള്ള വിജയത്തെ സംബന്ധിച്ച് വിലയിരുത്തുമ്പോൾ ഞാൻ നിഷ്പക്ഷമായിട്ട് പറയുകയാണ്, അതിലെല്ലാം ആളുകൾ പൊതുസമൂഹം കാര്യങ്ങൾ നിശ്ചയിക്കുന്ന രീതിയിലേക്ക് മാറുകയാണ്. രാഷ്ട്രീയ പാർട്ടിക്ക് കമ്മിറ്റഡ് വോട്ടേഴ്സ് ഉണ്ട്, പക്ഷേ പൊതുസമൂഹമാണ് ആത്യന്തികമായി നിശ്ചയിക്കേണ്ടത് വരുന്നു. അങ്ങനെ വരുമ്പോൾ ഇത്തരം മൂവ്മെൻറ്റുകളുടെ എല്ലാം വളരെ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതാണ്. അതിനൊന്നും എതിർക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതൊക്കെ അതിൻ്റെ അന്തസത്തെ ഉൾക്കൊള്ളുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ശ്രീ വെങ്കടേഷ് പെരുമാൾ, ഇവിടെ IT അടക്കമുള്ള രംഗത്ത് നന്നായി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന മിടുക്കന്മാരായ യുവാക്കളാണിപ്പോൾ സമരരംഗത്തിറങ്ങിയിരിക്കുന്നത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് ജല്ലിക്കെട്ട് നിരോധിച്ച സുപ്രീം കോടതി ഉത്തരവ് പിൻവലിക്കണം എന്നതാണ്. ഇവരെല്ലാവരും നല്ല വിദ്യാസമ്പന്നരാണ്, കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്ന് വ്യക്തമായ ഗ്രാഹ്യമുള്ളവരാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ കോടതി ഉത്തരവ് ഇപ്പോൾ നിലനിൽക്കെ ഇത് ഒരു പ്രക്ഷോഭത്തിലൂടെ തിരുത്താൻ കഴിയും എന്ന ആലോചനയിലേക്ക് അവർ നയിക്കപ്പെടുന്നത്? രണ്ടാമതായി, ഇവിടെ ഈ ജല്ലിക്കെട്ട് ഈ പൊങ്കൽ ദിവസം നടത്താൻ കഴിയാതിരുന്നതിൻ്റെ പ്രതിഷേധം ഇരമ്പുകയുണ്ടായി തമിഴ്നാട്ടിൽ. അത് ആ കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് ജല്ലിക്കെട്ട് നടത്തി തന്നെയായിരുന്നു. ആ സംസ്കാരത്തെ പ്രതിനിധീകരിക്കുന്ന സാധാരണക്കാർ തന്നെയാണ് രംഗത്തിറങ്ങിയത്. അതിൻ്റെ ഭാഗമായി നിയമ നടപടികളും നിരവധി പേർ നേരിട്ടു. അപ്പോഴൊന്നും തോന്നാത്ത ഒരു വികാരം ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് അത് രൂപപ്പെടുത്തിയതിന് പിന്നിൽ ഏതെങ്കിലും ബുദ്ധിയുണ്ടോ? ഇല്ലെങ്കിൽ ഈ ചെറുപ്പക്കാർ ഇപ്പോൾ ഈ ജല്ലിക്കെട്ട് ഉയർത്തി ഇങ്ങനെ കൂടുന്നതിൻ്റെ കാരണം എന്താണ്? അല്ല, ഇപ്പോൾ മറ്റ് ഗസ്റ്റുകൾ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ കണ്ടുവരുന്ന ഒരു സംഭവം സോഷ്യൽ മീഡിയയുടെ ഒന്നും, പിന്നെ തമിഴ്നാട്ടിൽ ഇതുവരെ ദ്രവിഡിയൻ കൾച്ചർ കൾട്ടിവേറ്റ് ചെയ്തു വന്ന ഫോഴ്സുകളായ DMK, ADMK, അതിൻ്റെ അവസാനത്തെ കണ്ണിയായിരിക്കുന്ന കരുണാനിധി, ഇവരുടെ എല്ലാം ഈ ദ്രവിഡിയൻ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ എപ്പോഴും നാഷണലൈസ്ഡ് പൊളിറ്റിക്സ് സംസാരിക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ ദ്രവിഡിയൻ, ദ്രാവിഡർ എന്ന് സെപ്പറേറ്റ് ഐഡൻറ്റിറ്റി കൊണ്ട് കാത്തു സൂക്ഷിച്ചു വന്നത്. അതിൻ്റെ ഇതായിട്ടാണ് നമ്മൾ വരുന്ന ഈ കണ്ടുന്ന ജല്ലിക്കെട്ട്, വള്ളുവർ അവരെയൊക്കെ കൊണ്ടുവന്ന് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. ഈ ജല്ലിക്കെട്ട് നിർത്തിയപ്പോൾ 2014 കോർട്ടിൽ വന്നപ്പോൾ നിർത്തിയപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു ജയലളിതയെ കൊണ്ട് വല്ലത്